ശ്രീഹരയേ നമ. നമസ്കാരം. അഗ്നിമഹാപുരാണം അടുത്തതായി നാം കേൾക്കുന്ന ഭാഗം. ദേവാലയ നിർമ്മാണത്തിൻ്റെ ഫലം, അതിനുള്ള ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂപരിഗ്രഹം, അതുപോലെ ശിലാവിന്യാസം, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ കുറച്ചൊന്നും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ ആ അഗ്നിദേവൻ വസിഷ്ഠന് കൊടുക്കുന്ന ഉപദേശം തുടരുകയാണ്. അപ്പോൾ ഓരോ ദേവന്മാർക്ക്, ഇപ്പോൾ വിഷ്ണു, മഹാവിഷ്ണു, അതുപോലെ മഹാദേവൻ, ഇങ്ങനെ ഓരോ ദേവതകൾക്കുമുള്ള ദേവാലയ നിർമ്മാണത്തിൻ്റെ ഫലം, അതാണിവിടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ അനവധി ജന്മങ്ങളിലെ പാപങ്ങൾ നശിക്കുന്നു എന്നാണ്. അവിടെ പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ നിർമ്മിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ ആഗ്രഹിച്ചു വളരെയധികം. ഇപ്പം തൻ്റെ ഉപാസനാമൂർത്തിക്ക്, അല്ലെങ്കിൽ തനിക്ക് പരമ്പരയായി ഉപാസിച്ചു പോരുന്നതായ ആ പരദേവതയ്ക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കണം എന്ന് ആഗ്രഹിച്ചാൽ തന്നെ എത്രയോ ജന്മങ്ങളിലെ പാപങ്ങളെയൊക്കെ അത് നശിപ്പിക്കും. ഒരു ക്ഷേത്ര നിർമ്മാണ കാര്യം, അത് ഏത് ദേവിക്കാവട്ടെ ഏത് ദേവനാവട്ടെ, അത് ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ തന്നെ അനവധി ജന്മങ്ങളിലെ പാപം നശിക്കും. അങ്ങനെ ഒരുവൻ നിർമ്മിച്ച ക്ഷേത്രത്തിനെ, ആ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് അനുമോദിച്ചാൽ പോലും അനുമോദിക്കുന്നവനും പാപവിമുക്തനായി ആ ദേവലോകത്തെ പ്രാപിക്കും എന്നാണ്. ഇവിടെ വിഷ്ണു ക്ഷേത്രത്തിനെയാണ് അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് മുൻനിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ഒരു ക്ഷേത്രം നിർമ്മിച്ചുവെങ്കിൽ ആ നിർമ്മിച്ച വ്യക്തിയെ, അല്ലെങ്കിൽ ആ ചെയ്ത പ്രവൃത്തിയെ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞാൽ തന്നെ തൻ്റെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ അനേകം വംശപരമ്പരകളെ, തലമുറകളെ പോലും ശുദ്ധീകരിച്ചു എന്നാണ്. അവരെല്ലാം വിഷ്ണു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ് ഈ ഒരു സൽക്കർമ്മം കൊണ്ട്. ഇത്തരത്തിലുള്ളൊരു വാചീകമായ സൽക്കർമ്മത്തിൻ്റെ ഫലം. അങ്ങനെ വിഷ്ണു ക്ഷേത്രം പണി കഴിപ്പിക്കുന്നവരുടെ പിതൃക്കൾ സന്തുഷ്ടരായിത്തീരും, അവരും വിഷ്ണു ലോകത്തെ പ്രാപിക്കുന്നു, സകല നരകയാതനകളിൽ നിന്നും മുക്തനായിത്തീരുന്നു. ഏതൊരു ദേവാലയ നിർമ്മാണവും ബ്രഹ്മഹത്യാദി പാപങ്ങളെ സംഹരിക്കുന്നതാണ്. മഹത്തായിട്ടുള്ള യാഗങ്ങൾ ചെയ്താൽ പോലും ലഭ്യമല്ലാത്ത പരമമായിട്ടുള്ള ഫലം ക്ഷേത്രനിർമ്മിതി കൊണ്ട് ലഭ്യമാകും. ഒരു ദേവാലയ നിർമ്മാണം സകല മഹാതീർത്ഥങ്ങളിലും സ്നാനം ചെയ്തതിൻ്റെ ഫലമുണ്ടാക്കുന്നതാണ്. ഒരു ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗലോകത്തിന് അവകാശിയായിത്തീരും. 3 ദേവധാമങ്ങളെ, 3 ക്ഷേത്രങ്ങളെ നിർമ്മിക്കുകയാണെങ്കിൽ ബ്രഹ്മലോകം പ്രാപിക്കും. 5 ക്ഷേത്രങ്ങളെ പണി കഴിപ്പിക്കുന്നവൻ ശിവലോകം പ്രാപിക്കും. 8 ക്ഷേത്രങ്ങളെ നിർമ്മിച്ചാൽ വിഷ്ണു ലോകത്തെ പ്രാപിക്കും. 16 ദേവാകാരങ്ങൾ, 16 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചാൽ ഭക്തിയും മുക്തിയും ലഭിക്കും. അങ്ങനെ സദ്ഗതിയെ പ്രാപിക്കും. ധനം സമ്പാദിച്ച് അതിൽ നിന്നും കുറച്ച് ധനത്തെ മുടക്കിയിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന ഒരുവൻ, അവന് അനേകം പുണ്യം വന്നു ചേരുന്നു. ഇനി കുട്ടിക്കാലത്ത് പോലും, കുട്ടിക്കളിയായിട്ട് പോലും മൺകൂന കൊണ്ട് ഒരു ക്ഷേത്രത്തെ നിർമ്മിച്ചാൽ തന്നെ വിഷ്ണു ലോകത്തെ പ്രാപിക്കും. നമ്മൾ ശിവപുരാണത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഉജ്ജയിനിയിലെ
ശ്രീകരൻ എന്ന ഗോപകുമാരൻ്റെ കഥ മഹാകാളേശ്വര ജ്യോതിർലിംഗ മാഹാത്മ്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, കളിയായിട്ട് മണ്ണുകൊണ്ട് ക്ഷേത്രത്തെ കളിയായി നിർമ്മിച്ചാൽ പോലും അതിന് മഹത്വമുണ്ട് എന്നാണ്. തീർത്ഥങ്ങളുടെ കരയിൽ, പുണ്യനദികളുടെ തീരങ്ങളിൽ, സിദ്ധക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ആരാണോ വിഷ്ണു ക്ഷേത്രത്തെ നിർമ്മിക്കുന്നത് അവർക്ക് സാധാരണ ഒരിടത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിൻ്റെ 3 ഇരട്ടി ഫലമാണ് ഉണ്ടാവുക. പതിതനായിട്ടുള്ള ഒരുവനെ, ഏതെങ്കിലും തരത്തിൽ നടക്കാൻ വയ്യാത്ത രോഗബാധിതനായ ഒരുവന് ഒരു കൈസഹായം ചെയ്ത് അവനെ ക്ഷേത്രത്തിൽ ദർശിക്കുവാൻ, ആ ക്ഷേത്ര ദർശനത്തിന്, ദേവദർശനത്തിന് ആയി നമ്മൾ കൂട്ടിക്കൊണ്ടുപോയാൽ പോലും വലിയ പുണ്യമാണ്. ആരാണോ നാമാവശേഷമായി കിടക്കുന്ന, അല്ലെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് ജീർണിച്ച അവസ്ഥയിൽ കിടക്കുന്ന ഒരു വിഷ്ണു ക്ഷേത്രത്തിനെ ജീർണോദ്ധാരണം ചെയ്ത് സംരക്ഷിക്കുന്നത്, അങ്ങനെയുള്ളൊരുവൻ സാക്ഷാൽ വിഷ്ണു സ്വരൂപമായിട്ട് മാറുന്നു. ഇപ്പൊ ക്ഷേത്ര നിർമ്മാണത്തിന്, അതിപ്പോൾ വിഷ്ണു ക്ഷേത്രം എന്നിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ, ശിവക്ഷേത്രമാവാം, ദേവീക്ഷേത്രമാവാം, ആ ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ശിലകൾ അത് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം അത് നിർമ്മിക്കുന്ന മനുഷ്യൻ, അതിനുവേണ്ടി ധനം ചിലവഴിച്ച മനുഷ്യർ, അത് ഒരാളായിരിക്കില്ല, അനവധി പേരുണ്ടാവും. അവരുടെ വംശപരമ്പര സഹിതം ആ ദേവലോകത്തെ പ്രാപിക്കും. അധ്വാനിച്ച് സ്വപ്രയത്നം ചെയ്ത് നേടുന്ന ധനത്തിൽ നിന്ന് മുൻപ് പറഞ്ഞു, ഒരു നിശ്ചിത ഭാഗം ചിലവഴിച്ച് ക്ഷേത്രം നിർമ്മിക്കുകയോ ക്ഷേത്ര നിർമ്മാണത്തിനായിക്കൊണ്ട് ആ ധനത്തെ നൽകുകയോ ചെയ്താൽ പോലും അവരുടെ പരമ്പരകൾക്ക്, പിതൃപരമ്പരകൾക്കും ഒക്കെ അത് സദ്ഗതിയെ പ്രദാനം ചെയ്യുന്നതാണ്. ഒരുവന് ധനം ഉണ്ടായിരുന്നിട്ടും ആ ധനം സൽക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ദേവസമൂഹത്തിനോ പിതൃപരമ്പരകൾക്കോ അയാളുടെ തന്നെ ബന്ധുജനങ്ങൾക്കോ ഒന്നും ആ ധനം പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ ആ ധനം വ്യർത്ഥമാണ്. അങ്ങനെ സ്വരുക്കൂട്ടി വയ്ക്കുന്ന സമ്പത്ത് നിഷ്പ്രയോജനമായി തീരും. യഥാധ്രുവോ നൃണാം മൃത്യു വിത്തനാശ തഥാധ്രുവ മൂഢസ്തത്രാനുബധ്നാതി ജീവിതേഥ ചലേധനെ. ഇപ്പൊ കുന്നുകൂട്ടി വയ്ക്കുന്ന സമ്പത്ത് നിഷ്പ്രയോജനമായിട്ട് തീരും. മനുഷ്യന് മരണം സുനിശ്ചിതമാണ്. അതുപോലെ തന്നെ ധനത്തിന് നാശവും നിശ്ചയമാണ്. കാരണം ധനം ഒരിക്കലും ആരുടെയും കൈവശം സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല. ചഞ്ചല സ്വഭാവത്തോടു കൂടിയ ധനത്തിലും നശിച്ചു പോകുന്ന ഈ ജീവിതത്തിലും ഭ്രമിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരുവൻ വിഡ്ഢിയാണ്. ഈ ധനം ദാനം ചെയ്യാതിരിക്കുക, അവനവൻ്റെ ആ സുഖഭോഗത്തിനായിട്ട് അതിന് പ്രയോജനപ്പെടുത്താതിരിക്കുക, ധർമ്മകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുവൻ ധനവാനായതുകൊണ്ടും പണക്കാരനായതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. ദൈവവശാൽ ആണ്, ഒരുപക്ഷെ ദൈവാധീനം കൊണ്ടാവാം, അല്ലെങ്കിൽ പുരുഷാർത്ഥം കൊണ്ട്, ധർമാർത്ഥ കാമങ്ങളെ കൊണ്ട് ധാർമ്മികമായ രീതിയിൽ പ്രയത്നം ചെയ്ത് അർത്ഥസമ്പാദനം ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ ധനപ്രാപ്തി ഉണ്ടായാൽ അതിനെ സൽക്കർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക, ദാനം ചെയ്യുക, സാധുക്കളെ സേവിക്കുക, അശരണർക്ക് സഹായം ചെയ്യുക. ദാനത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട്, കീർത്തനത്തേക്കാൾ
ഉത്തമമായിട്ട് പറയുന്ന ഒന്നാണ് ക്ഷേത്ര നിർമ്മാണം. ഇവിടെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മഹാത്മ്യം പറയാൻ വേണ്ടിയിട്ടാണ് അതിനെ സൂചിപ്പിച്ചത്. ആ ഭഗവാന് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുന്ന ഒരുവൻ വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വരില്ല, ജന്മമെടുക്കേണ്ടി വരില്ല. ഇവിടെ വിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞുവെങ്കിലും ഏത് ദേവാലയം നിർമ്മിച്ചാലും ഇതേ ഫലമാണ് ലഭിക്കുക. ശിവൻ, ബ്രഹ്മാവ്, സൂര്യൻ, ഗണേശൻ, ലക്ഷ്മി, അങ്ങനെ ഏത് ദേവീ ദേവന്മാരുടെ ദേവാലയങ്ങളെ നിർമ്മിച്ചാലും ഇതേ പുണ്യം തന്നെ ലഭിക്കുന്നു. വിഗ്രഹപ്രതിഷ്ഠാ യോഗം, ആ യാഗം, അതുകൊണ്ട് ലഭിക്കുന്ന ഫലം മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന വിഗ്രഹത്തേക്കാൾ അധികം ഫലം തടി കൊണ്ട് നിർമ്മിക്കുന്ന വിഗ്രഹം ദാരു ബിംബത്തിനുണ്ട്. ദാരു വിഗ്രഹത്തിനേക്കാൾ അധികം ആണ് ശില കൊണ്ട് നിർമ്മിക്കുന്നത്. അതിനേക്കാൾ അധികമാണ് ധാതുക്കളാ നിർമ്മിക്കുന്നതിന്, ലോഹങ്ങളെ കൊണ്ട് നിർമ്മിക്കുന്നതിന്. യമൻ തൻ്റെ അനുചരന്മാർക്ക്, യമകിങ്കരന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം പ്രതിമാ പൂജാധികൃതോ നാനേയാ നരകം നര. ദേവവിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവരെ, അവയിൽ പൂജ ചെയ്യുന്നവരെ, ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നവരെ ഒന്നും ഒരിക്കലും നരകത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അവർ സ്വർഗത്തെ പ്രാപിക്കാൻ യോഗ്യരാണ്. നിങ്ങൾ ന്യായമനുസരിച്ച് എവിടെയും സഞ്ചരിച്ചോളൂ. യമധർമ്മൻ യമകിങ്കരന്മാർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ എല്ലായിടത്തും സഞ്ചരിച്ചോളൂ, എൻ്റെ ആജ്ഞയെ പാലിച്ചോളൂ. എന്നാൽ ഈ ജഗത്തിൻ്റെ അധീശ്വരനായിട്ടുള്ള ആ ഭഗവാന്റെ ചരണങ്ങളെ, ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചിട്ടുള്ളവരെ വിട്ടേക്കൂ. കാരണം അവർക്ക് നരകത്തിൽ ഒരു സ്ഥാനവുമില്ല. അങ്ങനെ ദേവപൂജയിൽ തൽപരരായിരിക്കുന്നവരെ കാണുന്ന മാത്രയിൽ തന്നെ അവരെ വിട്ടേക്കൂ. അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതില്ല. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാ സമയത്തും ഗോവിന്ദ കീർത്തനങ്ങളെ ചെയ്യുന്നവരെ ദൂരെ കാണുന്ന മാത്രയിൽ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചോളൂ. നിത്യ നൈമിത്തിക കർമ്മങ്ങളെ കൊണ്ട് വിഷ്ണുപൂജയെ ചെയ്യുന്നവരെ നിങ്ങൾ നോക്കാൻ പോലും പാടില്ല. ധൂപദീപാദികളെ കൊണ്ട് ഉപചാരങ്ങളോടുകൂടി വിഷ്ണുപൂജയെ ചെയ്യുന്നവരെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവരേണ്ടില്ല. കാരണം അവർ വിഷ്ണു ലോകത്തെ പ്രാപിക്കേണ്ടവരാണ്. ഒരു വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച ഒരുവന്റെ വംശത്തിലുണ്ടായവരെ പോലും, പിന്നീട് വരുന്ന തലമുറയിൽപ്പെട്ടവരെ പോലും നിങ്ങൾ പിടിക്കരുത്, ബാധിക്കരുത്. അവരുടെ പാപങ്ങളെല്ലാം നശിച്ച് അവർ വിഷ്ണു ലോകത്തെ പ്രാപിക്കേണ്ടവരാണ്. ഇങ്ങനെ യമരാജാവിൻ്റെ, യമധർമ്മന്റെ ആജ്ഞ ലഭിക്കുന്ന യമകിങ്കരന്മാർ ദേവപ്രതിഷ്ഠ ചെയ്ത് ക്ഷേത്രം നിർമ്മിച്ച് പൂജിക്കുന്നവരെ ഒരിക്കലും ബാധിക്കില്ല. അപ്പം അത്രയും മഹത്വമുണ്ട് ഒരു ദേവാലയം നിർമ്മിക്കുന്നതിന് എന്ന് പറയുകയാണ്. പിന്നീട് ആ ഭൂപരിഗ്രഹ നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഉപദേശം തുടരുന്നത്. ഈ തന്ത്രശാസ്ത്രം തന്നെ 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന ഒന്നാണ്. വൈഭവതന്ത്രം, പൗഷ്കരം, ഗാർഗ്യതന്ത്രം, കാലവതന്ത്രം, നാരദീയം, ശാണ്ഡില്യം, സത്യോക്തതന്ത്രം, അഷ്ടാംഗതന്ത്രം, ഇങ്ങനെ പലതുണ്ട്. രാത്രം ച ജ്ഞാനവചനം ജ്ഞാനം പഞ്ചവിധം സ്മൃതം തേനേദം പഞ്ചരാത്രം ച പ്രവദന്തി മനീഷിണ.
വൈഷ്ണവ ധർമ്മത്തിൻ്റെ ഉറവിടം പഞ്ചരാത്രമാണ്, നാരദ പഞ്ചരാത്രം. ശങ്കരാചാര്യരുടെ പക്ഷത്തിൽ പഞ്ചരാത്രം അവൈദികമാണ്. എന്നാൽ രാമാനുജാചാര്യർ ഈ പഞ്ചരാത്രത്തിന് വൈദിക സമ്മതി നേടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. സാഖ്യയോഗ പഞ്ചരാത്രം വേദാഹ പാശുപതം തഥാ ആത്മപ്രാമാണ്യേതാനി ന ഹന്തവ്യാനി ഹേതുഭി പരാ വ്യൂഹം വിഭവം അർച്ച അന്തര്യാമി. ഇങ്ങനെ ശ്രീവാസുദേവന്റെ 5 അഭിവ്യക്തി രൂപങ്ങളാണ് പഞ്ചരാത്രത്തിന്റെ പ്രമേയം. അങ്ങനെയൊരു അഭിപ്രായം കാണാം. ആകാശം, വായു, തേജസ്, ജലം, ഭൂമി ഇവ പഞ്ചരാത്രികളാണ്. ഇപ്പൊ ശുഭലക്ഷണങ്ങൾ യാതൊന്നും ഇല്ലാത്ത ഒരുവനാണെങ്കിൽ കൂടി തന്ത്രശാസ്ത്രത്തിൽ അറിവുള്ള പൂർണ്ണജ്ഞാനിയായിട്ടുള്ള ഒരുവനെ ഗുരുവായിട്ട് കണക്കാക്കാം. ദേവതാ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ എപ്പോഴും ദേവന്മാരെ നഗരത്തിന് അഭിമുഖമായിട്ട് വേണം പ്രതിഷ്ഠിക്കുവാൻ. ഒരിക്കലും നഗരത്തിന് പരാങ്മുഖമായിട്ട് വിപരീതമായിട്ട് പ്രതിഷ്ഠിക്കരുത്. കുരുക്ഷേത്രം പോലെയുള്ള പുണ്യസങ്കേതങ്ങൾ, ഗയ അങ്ങനെയുള്ള പവിത്ര സ്ഥാനങ്ങളിലും പുണ്യനദികളുടെ തീരങ്ങളിലും ദേവപ്രതിഷ്ഠയെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഭൂമിയെ ശുദ്ധമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും തരത്തിലുള്ള ദുർബാധകൾ, രാക്ഷസ സങ്കല്പങ്ങൾ, പിശാചുക്കൾ അതൊക്കെ ഭൂമിയിലുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപോകണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആ ഭൂമിയെ ആദ്യം ശുദ്ധീകരിക്കും. അതിനു മുൻപായിട്ട് ഭൂപരിശോധന. ഈ ഭൂമി ഇതേപോലെ നിർമ്മിതിക്ക് നമ്മളവിടെ നിർമ്മിക്കാൻ പോകുന്ന ആ ദേവാലയം, ക്ഷേത്ര നിർമ്മിതിക്ക് ഉതകുന്നതാണ് എന്ന് ഭൂപരിശോധന ചെയ്ത് എന്നിട്ട് വേണം ഭൂപരിഗ്രഹണം നടത്താൻ. ഭൂതബലിയെല്ലാം ചെയ്യേണ്ടതാണ്. ഇവിടെ ഏതൊരു ദേവതയുടെ പ്രതിഷ്ഠയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സങ്കല്പം ചെയ്ത് ഞാനിവിടെ വിഷ്ണു പ്രതിഷ്ഠ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ശിവപ്രതിഷ്ഠ ചെയ്യാൻ പോകുന്നു എന്ന് സങ്കല്പം ചെയ്തിട്ട് നുകം കൊണ്ട്, കലപ്പ കൊണ്ട് ഭൂമി ഉഴുത് അവിടെ പശുക്കളെ മേയാൻ വേണ്ടിയിട്ട് വിടണം എന്നാണ്. ഗോക്കളെ കെട്ടഴിച്ചു വിട്ട് അവിടെയുള്ള പുല്ലൊക്കെ ഭക്ഷിക്കാനായിട്ട്, പശുക്കൾക്ക് ഭക്ഷിക്കാനായിട്ട് മേയാൻ വിടണം. തുടർന്ന് ഇവിടെ പറയുന്നത്, നമുക്ക് ഗൃഹത്തിലാണെങ്കിലും അതിനേക്കാൾ അധികം ക്ഷേത്രങ്ങളിൽ വാസ്തുദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്ത വാസ്തുബലി എന്ന ഒരു ക്രിയ, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ നമുക്ക് ഈ പുരാണത്തിൽ അതിനൊരു വ്യാഖ്യാനം കാണാൻ കഴിയും. അവിടെ വാസ്തുബലിയുടെ ആ വാസ്തുബലി പത്മത്തിൽ സങ്കല്പിക്കപ്പെടുന്നതായ ദേവതകൾ, നടുവിൽ ബ്രഹ്മാവ്, വാസ്തുപുരുഷൻ, പിന്നീട് അതിന് ചുറ്റുമായിട്ട് ക്രമത്തിൽ ഈശാനകോണ്, കിഴക്ക്, ഇങ്ങനെ തുടങ്ങി ഓരോ ദിക്കുകളിലും കോണുകളിലും ഒക്കെ വരുന്ന ദേവതകൾ, ഓരോ വീഥികളിലായിട്ട് വരുന്ന ദേവതാഗണങ്ങൾ,
അതിനെ ക്രമത്തിൽ ഇവിടെ വിസ്തരിക്കുന്നുണ്ട്. അതെല്ലാവൊന്നും നമുക്ക് വർണ്ണിച്ചു പോകുന്നത് എളുപ്പമല്ല. എന്നാലും സാമാന്യമായിട്ട് ഈശാനകോണിൽ ഈശൻ എന്ന ഭൂതപുരുഷൻ, അവിടെ നെയ്യ് ചേർത്ത അക്ഷതമാണ് സമർപ്പിക്കേണ്ടത്. നമുക്കറിയാം, വാസ്തുബലിയിൽ മന്ത്രങ്ങളുടെ ക്രമം പറയുമ്പോൾ ഈശാനായ നമ, പർജന്യായ നമ, അങ്ങനെയാണ്. പർജന്യൻ എന്നത് വാസ്തുബലി വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ചെയ്യുക. വാസ്തുവിൻ്റെ ഗൃഹമാണ്, ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഏത് ഇടമാണെങ്കിലും ഏത് വാസ്തുവാണെങ്കിലും അവിടെ ദിക്കിൽ ഈശാനകോണ് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വാസ്തുബലിയുടെ പത്മമൊക്കെ ആലേഖനം ചെയ്ത് അവിടെ വാസ്തുബലി ചെയ്യുക. അപ്പം അതിൽ ആ പത്മത്തിൽ ഈശാനകോണ് മുതൽ പറയുന്ന ദേവതകളെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. പർജന്യൻ എന്ന ദേവത, അടുത്തതായിട്ട് ജയന്തൻ, പിന്നീട് ഇന്ദ്രൻ, സൂര്യൻ, സത്യൻ, ഭൃശൻ, അന്തരീക്ഷൻ, അഗ്നി. ഇവിടെയൊക്കെ ഈ ദേവതകൾക്കൊക്കെ പ്രത്യേകമായിട്ട് ഇന്നത് സമർപ്പിക്കണം എന്നൊക്കെയാണ്. ഇപ്പൊ അന്തരീക്ഷൻ എന്ന ആ ഭൂതത്തിന്, ആ ദേവതയ്ക്ക് ശാകുന മാംസം, പക്ഷിമാംസം നൽകണം എന്നൊക്കെയാണ്. സാധാരണ ശ്രീഭൂതബലിയിൽ അതൊന്നുമല്ല. എല്ലാ ദേവതകൾക്കും എല്ലാ ഭൂതങ്ങൾക്കും ഹവിസ് കൊണ്ട് മുഷ്ടിയാക്കിയിട്ട്, മുഷ്ടി പ്രമാണം ഉരുളകളാക്കി, ആ ഉരുളകളെയാണ് ശ്രീഭൂതബലിയായിട്ട് സമർപ്പിക്കുക. പക്ഷെ ഇവിടെ ഈ ഓരോ ദേവതയും വ്യത്യസ്ത ഗണങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഗന്ധർവ ഗണങ്ങൾ, നാഗ ഗണങ്ങൾ, പിശാച ഗണങ്ങൾ, വ്യത്യസ്തങ്ങളായ ഗണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവയുടെയൊക്കെ അന്നം, അവയ്ക്കൊക്കെ സമർപ്പിക്കപ്പെടേണ്ട നിവേദ്യവും വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പ്രതിപാദിക്കും. പക്ഷെ അതൊന്നും സാധാരണ നമ്മൾ കണ്ടുവരുന്ന വാസ്തുബലിയിലൊന്നും ആ സമ്പ്രദായമില്ല. സത്വഗുണപ്രധാനമായിട്ടുള്ള ആരാധനയിൽ എല്ലാറ്റിനും ഹവിസ് പാകം ചെയ്തെടുത്ത്, ഉണങ്ങലരി പാകം ചെയ്തെടുത്ത് അതിനെ മുഷ്ടി പ്രമാണമാക്കിയിട്ട് സമർപ്പിക്കുന്ന ഒരു പദ്ധതിയാണുള്ളത്. എന്തായാലും അത്തരത്തിൽ ആ വാസ്തുദേവതകളെ പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ ആ വാസ്തു ദേവതകളുടെ പ്രീതിയോടുകൂടി ആ വാസ്തുവിൽ, ആ ഭൂമിയിലുള്ള അശുദ്ധികളെയെല്ലാം നീങ്ങി അതിനുശേഷം വേണം അവിടെ ഈ നിർമ്മിതി ആരംഭിക്കാൻ എന്നാണ്. അപ്പോൾ ഭൂമി ഉഴുത് അവിടെ ഗോക്കളെ മേയാൻ വിട്ട് ഈ വാസ്തുദേവതകളെ പ്രീതിപ്പെടുത്തി ആ വാസ്തുവിൽ ഒരു ഭാഗത്ത് അല്പം ഒരു ആഴത്തിലൊരു കുഴിയെടുത്ത് മേൽമണ്ണ് നീക്കിയ ശേഷം ആ കുഴിയിൽ ഒഴുക്കുള്ള വെള്ളത്തിലെ ശുദ്ധജലം, ഒഴുകുന്ന ജലത്തിൻ്റെ അടിത്തട്ടിലെ മണൽ ശുദ്ധമാണ്, ആറ്റുമണൽ, അത് കൊണ്ടുവന്ന് നിറച്ച് പിന്നീട് അവിടെയും ചില ആരാധനകളൊക്കെ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഗോദാനം ചെയ്യുക, അതിൻ്റെ അനുബന്ധമായിട്ട് വസ്ത്രദാനം ചെയ്യുക, കാലജ്ഞൻ, ഇതിന് ശുഭമുഹൂർത്തത്തെ കുറിക്കേണ്ടതായ ജ്യോതിഷിക്ക് ദാനം കൊടുക്കുക, സ്ഥപതി അഥവാ ഈ ക്ഷേത്രം നിർമ്മിക്കാനായി നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ശില്പിയെ വസ്ത്രം നൽകി ദക്ഷിണ നൽകി സ്വീകരിക്കുക. അതേപോലെ ഈ ഭൂപരിഗ്രഹം ചെയ്യുന്നതിന് മുൻപായി ഈ മണ്ണ് എടുക്കുമ്പോൾ ചില സൂചനകൾ, ചില ലക്ഷണങ്ങൾ പറയും. നിശ്ചിത അകലത്തിൽ, നിശ്ചിത ആഴത്തിൽ ഈ മണ്ണെടുക്കുമ്പോൾ, ഈ കുഴി ഉണ്ടാക്കുമ്പോൾ അതിൽ ശല്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിൽ പിളർപ്പുണ്ടാവുക, അതിൽ കാണുന്ന നിമിത്തങ്ങളെ കൊണ്ട് അതിൻ്റെ ഫലം പറയുക,
അവിടെ വാസയോഗ്യമായിരിക്കില്ല. അഥവാ ഗൃഹമാണ് നിർമ്മിക്കുന്നത് എങ്കിൽ ഗൃഹം നിർമ്മിച്ച് വസിച്ചാൽ അവിടെ വസിക്കുന്നവർക്ക് എപ്പോഴും രോഗം ഉണ്ടാവുക, അല്ലെങ്കിൽ ഗൃഹത്തിന് തന്നെ പെട്ടെന്ന് കേടുപാട് സംഭവിക്കുക എന്നൊക്കെ ആണ്. അതുപോലെ തന്നെ ഈ അസ്ഥികൾ കാണപ്പെടുക, അസ്ഥികൾ കാണപ്പെടുന്നുവെങ്കിൽ അതിനെ ശ്മശാന ഭൂമിയായിട്ട് കണക്കാക്കും. അപ്പോൾ അതൊക്കെ നീക്കി അവിടെ വൃത്തിയാക്കിയ ശേഷം വേണം ഈ നിർമ്മിതി ആരംഭിക്കാൻ. ഇപ്പോൾ ക്ഷേത്രമാണെങ്കിലും ഗൃഹമാണെങ്കിലും ഒക്കെ ഏകദേശം ഈ നിയമങ്ങൾ ബാധകമാണ്. അത്തരത്തിൽ ആ ഭൂപരിഗ്രഹം അതിനെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഭാഗം ഇവിടെ സമർപ്പിച്ചത്. ശ്രീഹരേ നമഃ.